പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബർത്ത്ഡേ. ഇന്ന് ബർത്ത്ഡേ ആന്ന് പോലും ജനുവരി 28 ബർത്ത്ഡേ ആവൂലേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ രാവിലെ എണീച്ചേരം തൊട്ടിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടില്ല പോലെ. അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞു. എത്രാമത്തെ പിറന്നാളാണെന്ന് പറയണ്ടല്ലോ. ഞാൻ പറയട്ടെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഇപ്പൊ എടുത്തേക്ക് പോന്നപ്പോ അങ്ങനെ നമ്മള് ക്ഷേത്ര ദർശനം നടത്താനായി പോവുകയാണ്. പിറന്നാൾ സ്പെഷ്യൽ. വെള്ളമെല്ലാം കുറഞ്ഞു കേട്ടോ. അത് നല്ലോണം വഴുതുവേ. ആ താഴത്തത് വഴുതുന്നയാണേ. നോക്കണേ വഴുതും. നീന്താനറിയില്ലല്ലോ. നാട്ടിൽ വലിയ പുഴയെല്ലാം ഉള്ളതാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? നീന്താൻ അറിയില്ല. അത് എനിക്ക് നീന്താൻ പഠിക്കാൻ പോയപ്പോ പനി വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. ആ ഒരു ടൈം മാത്രമേ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ടായിട്ടില്ല. അല്ല, അത് കഴിഞ്ഞ അവിടെ കോഴ്സ് നിർത്തി പോരാ നാട്ടിലെ. അതുകൊണ്ട് പിന്നെ പഠിക്കാനായിട്ടാന്നാ അറിയാം അല്ലേ? അല്ല, വെള്ളത്തില് കൊറേ ദിവസം പോയി പഠിക്കാൻ. അപ്പൊ അവിടെ എനിക്ക് പനി ജലദോഷം വന്നിട്ട് പിന്നെ പോയില്ല. ജീവിതത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇവരുടെ അച്ഛനെയാണ്. ആ അച്ഛനെ ഒരു ഫോട്ടോയിലൂടെയെങ്കിലും കൂടെ നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതാണ് ഇവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനം. പിറന്നാളായിട്ട് ഫുള്ള് കറക്കോ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഒരു റിയാക്ഷൻ കണ്ടപ്പോൾ രാവിലെ ഇടുന്ന് കേക്ക് മുറിയും കഴിഞ്ഞ് നേരെ വിട്ട് ആശുപത്രിയിലേക്ക് മുടിഞ്ഞ തിരക്ക്. ആടെ നോക്കുമ്പോ എത്ര മണിക്ക് നമ്മള് വന്ന് ഒരു ഉച്ച കഴിഞ്ഞില്ല, ഉച്ചയായി. ഫുഡെല്ലാം കഴിച്ച് എന്നിട്ട് വന്നു. കാരണം പിറന്നാളായിട്ട് ഫസ്റ്റത്തെ പോക്ക് നമ്മൾ നേരെ ആശുപത്രിയിലേക്ക് തകർത്ത് നമ്മളെ ഭയങ്കര നല്ല ട്രിപ്പായിരുന്നു. നല്ലത് ട്രിപ്പ് മോഡായിരുന്നു. കേക്ക് മുറിച്ച് കഴിഞ്ഞ പാട് അങ്ങനെ ആശുപത്രി പോയി. പിന്നെ വേറെയും കുറെ സ്ഥലത്തെല്ലാം പോയി. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്ക് ആരും ഉണ്ടായില്ല സഹായിക്കാൻ. എന്ത് ചെയ്യാനാ, ഒറ്റക്കന്നെ. രാത്രിക്ക് നേരം പറ്റി കയറി വന്നാ ഇവളെ ചോദ്യം ചെയ്യല് വേറെ സൈക്കോ കളിയ. എന്റെ ഭഗവാനെ, എനക്ക് കയ്യല്ല. എന്റെ കർമൂസ് പകുത്തിട്ടാണ്. കർമൂസ് പകുത്ത കർമൂസ് ആയി ഫേഷ്യൽ ചെയ്യാൻ സാധനമായി. ഇന്നലെ എന്നോട് പറഞ്ഞു ബാങ്ക് പോയിട്ട് പാസ്ബുക്ക് വാങ്ങാനുണ്ട്. ബാങ്ക് പോയിനാ, നേരത്തെ പോയിനെ. പാസ്ബുക്ക് വാങ്ങാനുണ്ട് പറഞ്ഞ് പോയതാ. ഞാൻ പൊട്ടത്തി ആയതുകൊണ്ടല്ല ഞാനത് വിശ്വസിച്ചത്. പിന്നെയും ഞാൻ വിചാരിച്ചു പോയി അഥവാ പാസ്ബുക്ക് ഉണ്ടെങ്കിലോ. ഞാൻ പോയിക്കോട്ട് പറഞ്ഞ് പോയിട്ട് 6 മണിക്ക് പോയി. 7-8 മണിക്ക് അത് വീട്ടിലേക്ക്. ഞാൻ 2 മണിക്കൂർ എന്ത് ചെയ്തു ചോദിക്കുമ്പോ ഉത്തരവില്ല. എന്നോട് പറഞ്ഞത് 5:45 വരെ ഉണ്ട്. എന്തോ എവിടെ പാസ്ബുക്ക് കൊടുത്തു തന്നു. എനക്ക് തിരിച്ചിട്ടൊന്നുമില്ല സംഭവം. ഒരു 6:30 ആകുമ്പോ നമുക്ക് അമ്പലത്തിൽ പോകണം. മഞ്ഞെല്ലാം ഉള്ള സമയത്ത് തന്നെ അമ്പലത്തിൽ പോകാന്നെല്ലാം വിചാരിച്ചിട്ട് 6:30, 6:45, 7 മണിയായി, 7:15, 7:30. അതെ, 7:30 7:30 കഴിയുമ്പോന്ന് നമ്മൾ മെല്ലെ ഇറങ്ങിയത്, റെഡിയായത്. അങ്ങനെ നല്ലൊരു പിറന്നാൾ ആഘോഷം ആയിരുന്നു ഇത് എന്റെ കാഴ്ചപ്പാടില്. ഇവള് ഇന്നലെ പറയുന്നുണ്ട് സർപ്രൈസ് ഒന്നും സീരിയസ് ആയി പറയാം. കാരണം ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ, അത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് പ്രാങ്ക് തരാൻ വേണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ ഒന്നുമില്ല, കേക്കിന്റെ മൊബൈൽ ഫോൺ വെച്ചു. അപ്പൊ ഇവക്ക് സർപ്രൈസ് എന്ന് പറയുമ്പോ പേടിയാണ്. പ്രാങ്ക് വേണ്ട, പ്രാങ്ക് അങ്ങനത്തെ ഒന്നും ചെയ്യല്ലേന്ന് അതേ പറഞ്ഞോണ്ടിന്ന്. അതുകൊണ്ട് ഞാൻ പോകുന്നിടത്ത് നല്ല എന്നാ ചോദ്യം ചെയ്യല്, എന്നാ സംഭവം ഒന്നും ചെയ്യരുത്, ഒന്നും ആക്കരുത് ഒന്നും ആക്കിയില്ല. എന്നിട്ട് പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബർത്ത്ഡേ.
ശരിക്കും ഈ ബർത്ത്ഡേയിൽ എന്താ പറയുക ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അത് അപ്പുറം പോയിട്ടാകുമ്പോൾ ഏട്ടത്തി പറഞ്ഞു വൈകുന്നേരം കേക്ക് മുറിയിലുണ്ടോ അൻവി സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കാരണം ബലൂണോ ഒന്നും സംഭവങ്ങളോ ഒന്നും ഇല്ല വീട്ടിനുള്ളിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വൈകുന്നേരം ആയിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഈ കുപ്പായം വീണ്ടും വൈകുന്നേരം രണ്ടുപേരല്ലോ ബർത്ത്ഡേ സ്പെഷ്യൽ കുപ്പായം. അപ്പോഴും പിന്നെ കുറേ കഴിഞ്ഞാകുമ്പോൾ വണ്ടി തിരിച്ചു വെക്കുന്നുണ്ടേ. സാധാരണ അനുവിനെ കൊണ്ടാക്കല് സ്കൂട്ടിയിലാണ്. ഇന്ന് എൻ്റെ കാർ എടുക്കാൻ പറയുന്നു. അപ്പോഴൊക്കെ ചെറിയതായിട്ടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. പിന്നെ വണ്ടി വളക്കുമ്പോൾ സീറ്റിൽ 2-3 ബലൂണ്, താഴെ ഒരു ബലൂണ്. സീറ്റിൽ ഉണ്ടായതും പോട്ട് നോക്കാം. ഇത് താഴെ പുറത്തെല്ലാം ബലൂണ്. കാരണം അവര് അൻവിയും ഏട്ടത്തെയും കൂടി രണ്ടാളും കൂടി രാത്രി നട്ടപ്പാതിരി ഇരുന്നിട്ട് 10-11 മണി 12 മണി വരെ മിസ്സായി പോയതായിരിക്കും. അൻവി എടുത്ത് കളിക്കുമ്പോൾ താഴെ പോയതായിരിക്കും. എന്നാലും ഞാൻ വണ്ടി എടുക്കുമ്പോൾ അത് കണ്ടു. പക്ഷെ അതുകൊണ്ട് പൊളിഞ്ഞിട്ടൊന്നും ഇല്ലേ, ഞാൻ അറിഞ്ഞിട്ടുമില്ല സംഭവം. ഇതിൻ്റെ ഉള്ളിൽ ഇത്ര സെറ്റപ്പ് ഉണ്ടെന്നാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഞാൻ വിചാരിച്ചത് വൈകുന്നേരത്തേക്ക് വേണ്ടി ബലൂൺ നിറച്ച് കാറിൽ വെച്ചാന്നല്ല വിചാരിച്ചത് സംഭവം. എന്നിട്ട് അവ ഡിക്കി ഉറങ്ങുമ്പോഴത്തേക്ക് കേക്കെല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ ഫോട്ടോല്ലാം ഒട്ടിച്ചു. പക്ഷെ ഫോട്ടോല്ലാം താഴെ വീണു അതിനേട്ടാ. പൈനാപ്പിൾ ഉപ്പിലിട്ടതും എൻ്റെ വക പേടിയും എല്ലാം ഉണ്ടായിരുന്നു. ഇവള് ഇന്ന് ഫുള്ള് തിന്ന് ഇതിനെക്കാട്ടി വേറൊരു ഇഷ്ടപ്പെടുത്തത്. അതുകൊണ്ട് സന്തോഷമായി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സംഭവം എൻ്റെ പ്ലാനിങ് എന്തായിരുന്നു അറിയാം, ബർത്ത്ഡേ തുടങ്ങുമ്പോൾ രാത്രി 12 മണിക്ക് തന്നെ ഇതിനെ വിളിച്ചെഴുതിപ്പിച്ചിട്ട് വെറുതെ ഇങ്ങനെ പുറത്തേക്കെല്ലാം കറങ്ങാന്നെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷേ രാത്രിക്ക് ശ്വാസം വരെ കഴിക്കാൻ പറ്റാണ്ടാന്ന് കിടക്കുന്നത്. ജലദോഷമായിട്ട് മൂക്കടക്കും. ജലദോഷം വരുമ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ദേഷ്യമെല്ലാം വരുന്നുണ്ടായിരുന്നേ. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഫുള്ള് അങ്ങനത്തെ എന്തെല്ലോ ഒരു ഇതിലേക്കായിരുന്നു. അത് ഞാനായാലും ദേഷ്യം വന്നാലും ഫുള്ള് മൂടെല്ലാം പോക്കുണ്ട്. ആ ഒരു അവസ്ഥയിലായിപ്പോയി രാത്രിക്ക്. അതുകൊണ്ട് എൻ്റെ ആ പ്ലാനിങ് എല്ലാം പാടി രാത്രി 12 മണിക്ക് എന്നുള്ളത്. പിന്നെ രാവിലെ പിന്നെ എല്ലാം നോർമലായി, കുഴപ്പമില്ല. ഞാൻ ഗുളികയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഗുളിക സ്റ്റോക്കാകും. അപ്പോൾ ഗുളികയെല്ലാം കൊടുത്ത് എല്ലാം അങ്ങനെ രാവിലെ ആകുമ്പോൾ എല്ലാം റെഡിയായി എന്നേരാന്നൊരു സമാധാനമായി. ഞാൻ ചോദിച്ചു രാത്രിക്കത്തെ അതേ അവസ്ഥയാണ് രാവിലെയെങ്കിൽ എല്ലാം പോയിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. രാവിലെ എണീച്ച് അങ്ങനെ അടിപൊളി അമ്പലത്തിലെല്ലാം പോയി എല്ലാം സെറ്റ്. അപ്പോൾ അങ്ങനെ